മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഞങ്ങൾ അതിരാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. മെമു ട്രെയിനിന് ഇവിടുന്ന് പുനലൂർ ഇറങ്ങാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് എത്ര 5 മിനിറ്റിന് മിസ്സിങ്, ട്രെയിൻ മിസ്സിങ്. അങ്ങനെ അടുത്ത ഞങ്ങൾ ബസ്സിലോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. ഇനി ബസ്സിൻ്റെ പുറകെ പോവാം. അങ്ങനെ ആ പ്ലാനും പാളിയാൽ നമ്മൾ ഒരു ബി പ്ലാൻ നേരത്തെ ചെയ്തു വെച്ചിരിക്കണം. ഞങ്ങൾ ഇനി പ്രയോഗിക്കാൻ പോകുന്നത് ആ ബി പ്ലാനാണ്. കാര്യം വേറൊന്നുമല്ല, നടന്ന് കടപ്പാക്കട പോയി പുനലൂർ ബസ് പിടിക്കുക. കടപ്പാക്കട ചെന്ന് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുനലൂർ ബസ് വന്നു. ഇനി അങ്ങോട്ട് ടൈറ്റ് ഷെഡ്യൂളാണ്. പുനലൂർ ചെന്ന് ഭക്ഷണവും കഴിച്ച് പുനലൂർ അച്ചൻകോവിൽ ബസ്സിന് വെയിറ്റ് ചെയ്തു. ബസ്സെങ്ങാനും ലഭിച്ചില്ലെങ്കിൽ ഈ ചെയ്ത എഫേർട്ട് മൊത്തം വെറുതെയാവും. ശ്രദ്ധിക്കുക, അച്ചൻകോവിൽ ബസ് കൃത്യം 9 മണിക്ക് തന്നെ പുറപ്പെടും. അതുകൊണ്ട് നേരത്തെ തന്നെ അവിടെ എത്തണം. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നൊന്നും സർവീസ് ഉണ്ടായിരിക്കില്ല. ബസ് എത്തി. ഞങ്ങൾക്ക് ബസ്സിൻ്റെ പിന്നിൽ തന്നെ സീറ്റ് ലഭിച്ചു. ഇനി യാത്ര തുടങ്ങാം. ഇനിയാണ് കാഴ്ചകൾ ആരംഭിക്കുന്നത്. അലിമുക്കിൽ നിന്നും തിരിഞ്ഞാണ് അച്ചൻകോവിൽ റൂട്ടിലേക്ക് പ്രവേശിക്കുന്നത്. വനത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേയുള്ള ഭൂപ്രകൃതിയാണിത്. വനത്തിൽ പ്രവേശിച്ചാൽ പൊതുവെയുള്ള കാലാവസ്ഥ നമുക്ക് മാറുന്നതായി അനുഭവപ്പെടും. വനംപാതയായതുകൊണ്ട് സുഖകരമായ യാത്രയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ സുഖകരമായ ഒരു ദൃശ്യാനുഭവം നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അച്ചൻകോവിലെ കാട് കേരളത്തിലെ പശ്ചിമഘട്ടത്തിൻ്റെ തനതും അതീവ പ്രാധാന്യമുള്ളതുമായ ഒരു വനമേഖലയാണ്. പ്രകൃതി സൗന്ദര്യവും ജൈവ വൈവിധ്യവും നിറഞ്ഞ ഈ കാട് ഒരു സവിശേഷപ്പെട്ട കാട് തന്നെയാണ്. ഈ വനമേഖലയിൽ നിത്യഹരിതവനങ്ങൾ, അർദ്ധ നിത്യഹരിതവനങ്ങൾ, ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ എന്നിവ കാണാം. അതുകൊണ്ട് വിവിധ സസ്യജാലങ്ങളാൽ സമ്പന്നമാണ് ഈ കാട്. കാട്ടുപോത്ത്, കാട്ടാന, കടുവ, പുലി, കരടി, മ്ലാവ്, സിംഹവാലൻ, കുരങ്ങ് തുടങ്ങിയവ നിരവധി വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ കാട്. ഞങ്ങൾ യാത്ര ചെയ്തത് ഉച്ച സമയമായതുകൊണ്ട് ഈ പറഞ്ഞ ജീവികളെയൊന്നും ഞങ്ങൾ കണ്ടതേയില്ല. ഇടയ്ക്ക് മയിലിൻ്റെ കൂട്ടത്തെ കണ്ടു. അതാണ് ഏക കാഴ്ച. ഈ വനമേഖലയിൽ 133ലധികം പക്ഷി ഇനങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലബാർ ഗ്രേറ്റ് ഹോൺബിൽ പോലെയുള്ള പശ്ചിമഘട്ടത്തിലെ തനത് പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണ് ഇത്. കുംഭവുരുട്ടി, മണലാർ തുടങ്ങിയ മനോഹരങ്ങളായ വെള്ളച്ചാട്ടം ഈ വനപാതയിലൂടെയുള്ള യാത്രയിലെ പ്രധാന ആകർഷണങ്ങളാണ്. കോന്നിയിൽ നിന്ന് അച്ചൻകോവിൽ വഴിയുള്ള വനപാത സാഹസിക യാത്രികർക്ക് ഇഷ്ടമുള്ളതും അതേസമയം അപകടം നിറഞ്ഞതുമാണ്. ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് തേക്കും കൂട്ടമുള്ള ഒരു പ്രദേശത്തേക്കാണ്. ഇവിടെ തടി മുറിച്ചിട്ടിരിക്കുന്നതും കാണാം.
പ്രദേശത്തുള്ളവർ കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കമുക്, തെങ്ങ് മുതലായവയാണ് പ്രധാനമായും കൃഷി ചെയ്യപ്പെടുന്നത്. അടുത്തത് പൈനാപ്പിൾ കൃഷിയാണ്. പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടി ഏക്കർ കണക്കിന് പാടങ്ങൾ ഇവിടെയുണ്ട്. കൃഷിക്കാർ രാവിലെ തന്നെ പണിക്ക് ഇറങ്ങിയിട്ടുമുണ്ട്. ഇത് പൈനാപ്പിൾ കൃഷിയുടെ പ്രാരംഭഘട്ടമാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ പോകുന്ന വഴിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് പോയിൻറ്റുകളുണ്ട്. അവിടെയെല്ലാം പരിശോധിച്ച ശേഷമാണ് സ്വകാര്യ വാഹനങ്ങൾ അങ്ങോട്ട് കടത്തിവിടുന്നത്. ബസ് യാത്രികർക്ക് ആ പ്രശ്നമൊന്നുമില്ല. പത്തേമുക്കാലോടുകൂടി ബസ് അച്ചൻകോവിലെത്തി. ഇനി ബസ് പുറപ്പെടുന്നത് 11:15-നാണ്. ഈ വഴിയെ പോയാൽ നമുക്ക് തെങ്കാശിയിലെത്താം. ഒരിക്കലും ഒറ്റയ്ക്ക് ഈ പ്രദേശത്തു കൂടി സഞ്ചരിക്കരുത്. അത് അപകടം വിളിച്ചു വരുത്തും. ധാരാളം ആനകളുള്ള പ്രദേശമാണിത്. എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത സ്പോട്ട് പരിചയപ്പെടുത്തുമ്പോൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.